വെൽക്കം ബാക്ക് ടു റോഷ്നീസ് വ്ലോഗ്സ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇതൊരു സൺഡേ വ്ലോഗാണ് കേട്ടോ. സൺഡേ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിന് ബീഫ് കറിയും പുട്ടുമാണ് ഉണ്ടാകുന്നത് കേട്ടോ. ബീഫ് കറി വയ്ക്കുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ബീഫ് കറി വയ്ക്കുന്നത്. ഇതിനിടയിൽ ഒരു ചായയൊക്കെ കുടിക്കണമെന്നോർത്തോ അത് ഞാൻ വീശിയെടുത്ത് ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സവോളയൊക്കെ വഴന്നു വന്നു. അതിലേക്ക് നമ്മളുടെ എല്ലാ സ്പൈസസും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ബീഫ് കറി തേങ്ങാപ്പാൽ ഒഴിച്ചാൽ കേട്ടോ നമ്മൾ ബീഫ് കറി വയ്ക്കുന്നത്. കാരണം എരിവൊന്നും അധികം ഇല്ലാണ്ടൊക്കെ കുട്ടിയും കഴിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എരിവൊന്നും ഇല്ലാതെ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ ഞങ്ങൾക്ക് 9 മണിക്കാണ് മാസ്. അപ്പോൾ അതുകൊണ്ട് ഒരു 8:40 ഒക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ സാധാരണ പള്ളി ചെല്ലാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോർണിംഗിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മാത്രമേ നമ്മൾ സൺഡേ ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കാറുള്ളൂ. കാരണം ഒരല്പം വൈകിയൊക്കെയാണ് എഴുന്നേൽക്കുന്നത് കേട്ടോ. ഇനി നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ നമ്മൾ ലഞ്ചും എല്ലാം റെഡിയാക്കി വെച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മുടെ പുട്ടും ബീഫ് കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഒരു പ്ലേറ്റിലേക്ക് പുട്ടും ബീഫുമൊക്കെ എടുത്തു. ഞാൻ വളരെ കുറച്ച് അളവിൽ മാത്രമാണ് കറി വെച്ചിരിക്കുന്നത്. അന്നേരം കഴിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഞങ്ങൾക്ക് വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് സൺഡേ മാസിന് പോകാൻ വേണ്ടിയുള്ള ഡ്രസ്സ്. ബ്ലാക്ക് കളർ ടോപ്പും ഓഫ് വൈറ്റ് കളറിലുള്ള പാൻറ്റും ഷൂവുമാണ്. സെൻറ്റ് മേരീസ് ഫോറൻ ചർച്ച്, അതായത് സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് തൃപ്പൂണിത്തുറയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഇടവക പള്ളി. അവിടെയാണ് ജിയാക്കുട്ടി സൺഡേ സ്കൂളിൽ പഠിക്കുന്നത്. അപ്പോൾ ജിയാക്കുട്ടിയുടെ ക്ലാസ്സിലെ കുട്ടികളാണ് ഇന്ന് കാഴ്ചവെപ്പ് നടത്തിയത്. അപ്പം അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈവനിങ്ങിൽ നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ കുട്ടി പറഞ്ഞു നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ശരി, അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് റൈസൊക്കെ എടുത്ത് വേവിക്കാൻ വേണ്ടി സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പോൾ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കുവാണ്. അത്യാവശ്യം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എല്ലാം ചേർത്താണ് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നത്. ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്ന് വിചാരിച്ച് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുവാണ്. പിന്നെ അതുപോലെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, ഒരു 2-3 ബീൻസും ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ അത്യാവശ്യം നല്ല സാധനമായതുകൊണ്ടും ഹെൽത്തി ആയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചുമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ 2 ബാച്ചായിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിനകത്ത് സോസൊന്നും ഞാനങ്ങനെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഒരു തരത്തിലുള്ള ഒരു സോസും ഞാനിതിനകത്ത് ഉപയോഗിക്കുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് എല്ലാം നമ്മൾ റെഡിയാക്കുമ്പം അത് ഒന്നുകിൽ സൺഫ്ലവർ, ഒരു റിഫൈൻഡ് ഓയിലിലാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. കാരണം ഒരു ഫ്ലേവറബിൾ ഓയിൽ നമ്മളിതിൽ അപ്ലൈ ചെയ്യാറില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഈ സോസും ഒക്കെ ആയിട്ട് വരുമ്പോൾ അതിന് ടേസ്റ്റ് വ്യത്യാസം വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എനിക്കറിയില്ല, അതുകൊണ്ട് ഞാനത് ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഫുൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇതെല്ലാം റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പം ക്യാരറ്റും ബീൻസും കുറച്ച് സവോള അരിഞ്ഞതും കൂടി ആഡ് ചെയ്തു. അത് ഒരുപാട് അങ്ങോട്ടൊന്നും വേവിച്ചെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടത്തക്ക രീതിയിലാക്കി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ആ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയിരിക്കുന്ന ആ പാത്രത്തിലേക്ക് തന്നെ അതും മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ സമയത്ത് ഇതിനകത്ത് ഒരല്പം ഉപ്പും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം വെജിറ്റബിൾസിലൊക്കെ ഒന്ന് ഒരു അല്പം ഉപ്പ് പിടിക്കണമല്ലോ, അതിന് വേണ്ടി. എന്നിട്ട് ആ പാനിൽ തന്നെയാണ് ഞാനിത് ഫുൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിലേക്കൊരു അല്പം ഓയിലും കൂടി ഒഴിച്ചിട്ട് അതിനകത്തൊട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ. മുട്ട ചിക്കി അതും ഇതിൻ്റെ കൂടെ റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മുട്ടയ്ക്ക് നമ്മൾ ആ പാകത്തിനുള്ളൊരു ഉപ്പും പിന്നെ ഒരല്പം മുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അത് എരിവനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. മുട്ടയെല്ലാം ഒന്ന് ചിക്കി റെഡിയാക്കി വരുമ്പോഴത്തേക്കും നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും വെജിറ്റബിൾസും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ അന്നേരത്തേക്ക് ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആ ചോറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ.
എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മാസ്റ്റർ പീസ് ഐറ്റം റെഡി ആയി കഴിയും കേട്ടോ. അപ്പോൾ എല്ലാം റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ജിയാക്കുട്ടിയുടെ പതുക്കെ ലിവിങ് റൂമിൽ വന്ന് ആ ഒരു ചെറിയ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരുടെ ഈ ഫുഡ് കഴിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഒരു കാര്യം, സമയം കിട്ടുന്നത് പോലെ ഈ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് 1500 അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മളുടെ ഓരോ വീഡിയോസിനും അത്രയും വ്യൂവേഴ്സ് പോലും ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഭയങ്കര ഖേദകരമായ ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതായാലും ഒരു എഫേർട്ട് എടുക്കുന്നതാണ്. ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ, സീ യു.